ഹായ് മക്കളെ, വെൽക്കം ടു റേസ് ഏഗൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ മുഴുവൻ സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് കുട്ടികളൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സമ്മ് കാണുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ മാറ്റിയെടുക്കും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കണം. 1 by 1. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു സീക്വൻസ് തന്നിട്ട് അതിന്റെ സമ്മ് കാണാൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ ആണേ. അപ്പോൾ ഫസ്റ്റ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. എന്താണ് സമ്മിന്റെ ഇക്വേഷൻ? അങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മ് കാണുന്ന ഇക്വേഷൻ കൊടുത്തങ്ങോട്ട് ആൻസർ ചെയ്യുക. SN is equal. ആൻസർ n/2 into x1 plus xn. ഈ ഇക്വേഷൻ നമ്മൾ വാല്യൂ കൊടുത്തു നോക്കിയാൽ n എത്ര ടേമിന്റെ സമ്മ കാണാൻ പറഞ്ഞത്? അതാണ് n-ന്റെ വാല്യൂ. കാണാൻ പറഞ്ഞത് 20 ടേമിന്റെ സമ്മാണ്, 20 പദങ്ങളുടെ തുക. സോ n-ന് പകരം നമ്മൾ 20 എന്ന് കൊടുക്കുന്നു. 20/2 into x1 ഫസ്റ്റ് ടേം. ഇതിലെ ഫസ്റ്റ് ടേം ഏതാണെന്ന് നോക്കിയാൽ 5 ആണ്. സോ 5 പ്ലസ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20 ടേമിന്റെ സമ്മ് കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേം ആയിരിക്കും. അവർ എത്ര ടേമിന്റെ സമ്മാണോ കാണാൻ പറയുന്നത് ആ പൊസിഷനിലുള്ള ടേം ആയിരിക്കും ലാസ്റ്റ് ടേം കേട്ടോ. സോ നമ്മൾ ഇവിടെ x20 കണ്ടുപിടിച്ചാലേ ലാസ്റ്റ് ടേം ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. x20 എന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ, ഫസ്റ്റ് ടേമിനോട് 19 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 5 ആണ്. 19 ടൈംസ് കോമൺ ഡിഫറൻസ് 4 ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 5 പ്ലസ് ഇത് 4 9 36 6 ബാക്കി ഒരു 3 4 3 കൂടെ 7 76 5 81 81 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഫൈനൽ ആൻസർ 20/2 ചെയ്താൽ 10 ഉണ്ടാവും. 5 പ്ലസ് x20യുടെ വാല്യൂ 81 ആണ്. 81ഉം 5ഉം കൂടെ പ്ലസ് ചെയ്താൽ 86. 10 into 86 ആണ് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. 860. 10 പദങ്ങളെ തുക കാണാൻ പറഞ്ഞാൽ n-ന് 10 കൊടുക്കുക. 20 പദങ്ങളാണ് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ n-ന് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓർക്കേണ്ടത് ഇത് ലാസ്റ്റ് ടേം, ഇത് ഫസ്റ്റ് ടേം. ഓൾ സെറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിൽ പറയുന്നത് 5 9 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അതിന്റെ പിന്നെന്താ തുകയുടെ ബീജഗണിത രൂപം തുകയുടെ അല്ല, ബീജഗണിത രൂപം 4n+3 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇത് തന്നെയാണ്. അതിന്റെ 20 ടേമിന്റെ സമ്മും ഇനി അടുത്ത സീക്വൻസ് 4n+3 ജനറൽ ഫോം വരുന്ന സീക്വൻസ് അതിന്റെ 20 ടേംസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാധാ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 20 എണ്ണത്തിന്റെ ആൻസർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 860. രണ്ടാമത്തത് ചെയ്യാൻ ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് ഇതിലെ 20 ടേമിന്റെ സമ്മ് കാണാൻ പോയാൽ ഇതിൽ n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, n-ന് 20 കൊടുത്താൽ ലാസ്റ്റ് ടേം കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറോ നമുക്ക് ചെയ്ത് നോക്കാം. ബി ക്വസ്റ്റിന്റെ ആൻസർ SN ഈസ് ഈക്വൽ. രണ്ടാമത്തതാണ്. ഒന്നാമത്തെ നമുക്ക് ഓൾറെഡി അറിയാം 860 ആണ്. രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ n/2 into x1 plus xn ചെയ്യണം. അവിടെ x1 എന്ന് പറയുന്നത് കാണാനുള്ള ഐഡിയ, n-ന് 1 കൊടുത്താൽ കിട്ടുന്ന ആൻസർ 4n+3 അല്ലേ. 4n+3 n-ന് 1 കൊടുത്താൽ 7 വരും. ഇനി അതേപോലെ x20 കാണാൻ n-ന് 20 കൊടുത്താൽ 4 into 20 പ്ലസ് 3 എന്ന് വരും അല്ലേ. 83 എന്നായിരിക്കും വരിക. ഈ 83യും ഈ 7ഉം നമുക്ക് വാല്യൂ കൊടുത്ത് ആൻസറിലേക്ക് പോയാൽ SN ഈസ് ഈക്വൽ 20 ടേമിന്റെ സം ആയതുകൊണ്ട് 20/2, ഫസ്റ്റ് ടേം 7, ലാസ്റ്റ് ടേം 83. സോൾവ് ചെയ്താൽ 10 into 90, ആൻസർ 900. ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഇത് 900, ഈ കിട്ടിയത് 900, നേരത്തെ കണ്ടുപിടിച്ചത് 860. ഡിഫറൻസ് ഉണ്ടാവുക 40 ആയിരിക്കും ഡിഫറൻസ് ഓഫ് ദ സം. തുകകൾ തമ്മിലുള്ള വ്യത്യാസം 40. ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ നമ്മളിത് നേരെ ചെയ്ത് കണ്ടുപിടിച്ചാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും. എന്നാലും അത് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്, നോക്കിക്കോണേ. ഇത് 4n+3 ആണ്. ഇതിന്റെ ജനറൽ ഫോം ഒന്ന് എഴുതി നോക്കിക്കേ. ഇതിന്റെ ജനറൽ ഫോം നിങ്ങൾ എഴുതിയാൽ കിട്ടുക 4n+1 ആയിരിക്കും കിട്ടുക. നോക്കണേ. അപ്പൊ ഇവിടെ +1 ആണ്, ഇവിടെ +3 ആണ്. അപ്പൊ ഒരു 2 കൂടുതലുണ്ട് അല്ലേ. ഒരൊറ്റ ടേമിൽ 2ന്റെ കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതലാണ്. അങ്ങനത്തെ 20 ടേമുകൾ തമ്മിലുള്ള സമ്മിന്റെ ഡിഫറൻസ് അല്ലേ ചോദിച്ചത്. ഒരു ടേമിൽ 2ന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ 20 ടേമിൽ 20 into 2 ചെയ്താലും നമുക്കത് 40 മനസ്സിലാക്കാൻ പറ്റും. ആ ഡിഫറൻസ് സ്ട്രെയിറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സാധാ ചെയ്യുന്നത് പോലെ ഇപ്പം ചെയ്ത പോലെ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സമ്മ് സ്ട്രെയിറ്റ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാറ്റി അടുത്ത ചോദ്യം. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 7 9. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം
എത്രയാ? അയ്യേ, ചെറിയ ചോദ്യം. പൊതുവ്യത്യാസം ഇവിടെ 2 ആണ്. 5, 7, 9, 2. റൈറ്റ് ദ nth ടേം. ഓക്കെ, എന്നാം പദം എഴുതാൻ പറയുന്നുണ്ട്. nth ടേം, എന്നാം പദം എന്ന് പറയുന്നത് ബീജഗണിത രൂപമാണ്. എന്നാം പദം, nth ടേം, ജനറൽ ഫോം, ഇതൊക്കെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എല്ലാം ഒരാൾ തന്നെയാണ്. ബീജഗണിത രൂപം ഇക്വേഷൻ നമുക്ക് കൊടുത്തു നോക്കാം. xn ഈസ് ഈക്വൽ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി കോമൺ ഡിഫറൻസ് 2 അല്ലേ, അപ്പോൾ ഇത് 2n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 5 ആണ്. 5 കോമൺ ഡിഫറൻസ് ആയ 2 കുറച്ചാൽ 3 കിട്ടും. 2n പ്ലസ് 3 എന്നായിരിക്കും നമുക്കിവിടെ ആൻസർ വരിക. dn പ്ലസ് എഫ് മൈനസ് ഡി, 2n പ്ലസ് 3. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീക്വൻസ്. അതാണ് നമുക്ക് ഇവിടെ ചേഞ്ച് വരുന്നത്. നേരത്തെ നമ്മൾ 20 ടേമിന്റെ സമ്മ് കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യനിൽ പറയാണ് ആദ്യത്തെ n ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ Sn ഈസ് ഈക്വൽ, അറിയാത്തവർ പഠിച്ചു വെച്ചോ, d/2n സ്ക്വയർ പ്ലസ് എഫ് മൈനസ് d/2n. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇവിടെ 2 ആണ്. 2ന്റെ ഹാഫ്, കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, 2ന്റെ പകുതി 1. അപ്പൊ ഇത് 1n സ്ക്വയർ പ്ലസ് ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ടേം 5 ആണ്. സോ 5 മൈനസ് ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ d/2 നമുക്ക് ഓൾറെഡി അറിയാം 1 ആണ്. അതുകൊണ്ട് 1, ഇനി ഒരു ഇൻറ്റു എന്നും. ഓക്കെ, 1 ഇൻറ്റു n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 4 ആണ്, 4n. ഇതായിരിക്കും ഇവിടുത്തെ n ടേമിന്റെ സം ഉണ്ടാവുക. ഈ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ n സ്ക്വയർ പ്ലസ് 5n ആണ് കേട്ടോ. ഇവിടെ n നിങ്ങൾ 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, 2 കൊടുത്താൽ സെക്കൻഡ് ടേം അല്ല കിട്ടുക, 2 ടേമിന്റെ സം ആണ് കിട്ടുക, 3 കൊടുത്താൽ 3 ടേമിന്റെ സം. അതാണ് ഇത് സമ്മിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചത് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ കുറേ പദങ്ങളുടെ തുകയുടെ കൂടെ 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ആഡഡ് ടു 4 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ആദ്യത്തെ കുറേ പദങ്ങളുടെ തുക, അതാണ് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച n സ്ക്വയർ പ്ലസ് 4n. അതിന്റെ കൂടെ എന്തോ ഒന്നും കൂടെ കൂട്ടിയാൽ, 4 കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പോയാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ആദ്യത്തെ n ടേമിന്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് 4n. ഇതിനോട് 4 കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനോട് 4 ആണ് കൂട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്തില്ല, നിങ്ങൾ ഇങ്ങനെയാണ് വെച്ചെന്ന് വിചാരിക്കാം. ഈ n പകരം ഒന്ന് x വെച്ച് ആലോചിച്ച് നോക്ക്. എക്സ് സ്ക്വയർ പ്ലസ് 4x നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോമിലല്ലേ ഉള്ളത്. ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എക്സിന്റെ കൂടെയുള്ള 4, 4ന്റെ പകുതി 2, ആ 2ന്റെ സ്ക്വയർ എത്രയാ? 4 അല്ലേ? ഒരു 4 ഇതിനോട് കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. നമുക്ക് ഓൾറെഡി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചാപ്റ്ററിൽ അറിയാം. സോ ഇവിടെ ഇവരും നിങ്ങളോട് പറഞ്ഞത് ഇതിനോട് 4 കൂട്ടിയാൽ 4 കൂട്ടി പ്ലസ് 4, ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഇത് ആരുടെ സ്ക്വയർ ആണ്? ഇത്രയും ചെയ്താൽ എന്താ കിട്ടുക? ഇതൊരു n പ്ലസ് ഈ 4ന്റെ പകുതിയായ 2, അപ്പൊ n പ്ലസ് 2ന്റെ സ്ക്വയർ ആയിരിക്കും ഈ ആൻസർ. n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് ആലോചിച്ച് നോക്കിയാൽ കാര്യം ക്ലിയർ ആണ്. n-ന്റെ കൂടെയുള്ള 4, 4ന്റെ ഹാഫ് 2, ആ 2ന്റെ സ്ക്വയർ ആണ് അവർ ആഡ് ചെയ്യാൻ പറഞ്ഞ 4. അതുകൊണ്ട് ഇത് സ്ക്വയർ കംപ്ലീഷൻ കൊടുത്താൽ n പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് മനസ്സിലായി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആരുടെ സ്ക്വയറാ? n പ്ലസ് 2ന്റെ സ്ക്വയർ ആണ് ഈ നമ്പർ. Therefore it is a പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പൂർണ്ണവർഗമാണ്. ഇത്രയും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി ആരുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്? n പ്ലസ് 2ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സമ്മും ടേം എന്ന് പറയുന്ന സെക്ഷൻ, പദങ്ങളും തുകയും വരുന്ന ഭാഗമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷ ഈ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അത് നോക്കണേ. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 65. The sum of first 11 terms is 275. 2 സെക്ഷൻ തന്നിട്ടുണ്ട്. ഇത്രയും ടേമിന്റെ സം, ഇത്ര പദങ്ങളുടെ തുക ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ തേർഡ് ആൻഡ് 6th ടേം ഓഫ് ദിസ് സീക്വൻസ്. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. 5 എണ്ണത്തിന്റെ സം തന്നിട്ട് അവർ ചോദിക്കുന്നത് 3ാമത്തത്. അതേപോലെ 11 എണ്ണത്തിന്റെ സമ്മും തന്നിട്ടുണ്ട്, ചോദിക്കുന്നത് 6ാമത്തത്. എന്ത് കണക്ഷനാണ് ഈ 5ഉം 11ഉം 3ഉം 6ഉം തമ്മിലുള്ളത്? ആ ഒരു ഐഡിയ ആണ് നിങ്ങൾ നോക്കേണ്ടത്. 5 ടേം എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ, 5 എണ്ണം. 11ഉം ഓഡ് നമ്പർ. ഓഡ് നമ്പറിൽ സമ്മ് വരുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം ചെയ്താൽ നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 എണ്ണം നിരത്തി വെച്ചാൽ, 5 ആൾക്കാരെ നിരത്തി വെച്ചാൽ അതിൻ്റെ നടുവിലുള്ള ആളായിരിക്കും 3ാമത്തെ ആൾ. ഈ 3 എന്ന് പറയുന്നത് ഈ 5 എണ്ണത്തിൻ്റെ മിഡ് ടേം ആണ്.
11 മിഡ് ടേം ആണ് 6. എങ്ങനെയാണ് മിഡ് ആണോ നോക്കുക? ഒരു 1 കൂട്ടി പകുതിയാക്കിയാൽ ഓക്കെ ആണെങ്കിൽ മിഡ് ടേം ആയിരിക്കും. നോക്കിക്കേ, 11നോട് 1 കൂട്ടിയ 12, 12ന്റെ പകുതി 6 കറക്റ്റ് ആണ്. 5നോട് 1 കൂട്ടിയ 6, 6ന്റെ പകുതി 3 റെഡിയാണ്. അപ്പൊ ഈ ചോദിച്ച രണ്ടെണ്ണവും മിഡ് ടേം ആണ്. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കണേ, കാണാനുള്ള ഐഡിയ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം അവർ ചോദിച്ചത് തേർഡ് ടേം ആണ്, മിഡ് ടേം. തേർഡ് ടേം കണ്ടുപിടിക്കാൻ 5 എണ്ണത്തിന്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ മതി. തുക ബൈ എണ്ണം ചെയ്താൽ ആ മിഡ് ടേം ഏതാന്ന് കണ്ടുപിടിക്കാം. 5 എണ്ണത്തിന്റെ തുക ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 65 ആണ്. ഈ 65നെ 5 ആൾക്കാരുള്ളത് കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരും. എത്രയാ 65? 1 5 5 15 13 എന്ന് കിട്ടും അല്ലേ? 13 ആയിരിക്കും നമുക്ക് തേർഡ് ടേം ആയിട്ട് വരിക. ഇനി 6ാമത്തെ ടേമും ചോദിക്കുന്നുണ്ട്. ഇതേ ഇക്വേഷൻ കൊടുക്കുക. 6 എണ്ണത്തിന്റെ സമ്മല്ല. എത്ര എണ്ണത്തിന്റെ സമ്മ? 6 നമ്മുടെ മിഡ് ടേം ആണ്. 11 എണ്ണത്തിന്റെ മിഡ് ആണ് 6. 11 എണ്ണത്തിന്റെ സമ്മ് 275. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ 275 ഡിവൈഡഡ് ബൈ 11 എണ്ണത്തിന്റെ സമ്മായതുകൊണ്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയും ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? 11 കൊണ്ട് ഇവിടെ 2 11 22. ബാക്കി 5 ഉണ്ടാവില്ലേ? 22 5 അല്ലേ 27. 55 ഉണ്ടോ 55ൽ? 5 11 55. സോ നമുക്കിവിടെ ആൻസർ വരാൻ പോകുന്നത് 25 ആയിരിക്കും ആൻസർ വരാം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് സോൾവ് ആയിട്ടുണ്ട്. ഈ ഒരു ഐഡിയ ആലോചിച്ച് വെക്കുക. എങ്ങനെയാണ് ഇവർ ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 25 ടേമിന്റെ സം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തുടങ്ങിയാൽ അവർ നിങ്ങളോട് ചോദിക്കുക 13ാമത്തെ ടേം ആയിരിക്കും. എന്താ കാരണം? 25 ആൾക്കാരെ നിരത്തി വെച്ചാൽ നടുവിലുള്ള ആൾ 13 ആണ്. അതാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ ആൻസർ കിട്ടുന്നുള്ള ഐഡിയ യൂസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം. അതിനി കാണാൻ എന്താ ചെയ്യേണ്ടത്? തേർഡ് ടേം 13, 6th ടേം 25. 2 ടേം കിട്ടിയാൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 25 13 കുറയ്ക്കുക, 6 3 കുറയ്ക്കാം. അപ്പോൾ 13 25 13 10 23 2 കൂടെ 12 ഉണ്ടാവും അല്ലേ? 6 3 കുറച്ചാൽ 3, 12 3 കൂടെ ഡിവൈഡ് ചെയ്താൽ 4. കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇനി ആദ്യ പദം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ടേമും കോമൺ ഡിഫറൻസും കിട്ടിയാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം 13 ആണ്. അപ്പോൾ തേർഡ് ടേമിൽ 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടും. ആ രീതി ചെയ്താൽ മതി. നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. x1 ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ. തേർഡ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ആ തേർഡ് ടേം മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഫസ്റ്റ് ടേം. തേർഡ് ടേം എത്രയാണ് കിട്ടിയത്? തേർഡ് ടേം 13 ആണ് അല്ലേ? 13 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് 4. 13 8 കുറച്ചിട്ട് 5 എന്നായിരിക്കും നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് വരാൻ പോകുന്നത്. ഒറ്റ ചോദ്യം കൂടി അല്ലേ ബാക്കിയുള്ളത്? എന്താ? ജനറൽ ഫോം എഴുതാൻ, ബീജഗണിത രൂപം എഴുതാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ക്വസ്റ്റ്യൻ. ജനറൽ ഫോം കാണാനുള്ള ഫോർമുല അങ്ങ് കൊടുത്താൽ പോരെ. xn ഈസ് ഈക്വൽ dn പ്ലസ് f മൈനസ് ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ മാത്രമാണ് സമ്മ് വന്നത്. ബാക്കി അതിൻ്റെ അകത്തുനിന്ന് കണക്ട് ചെയ്ത് പോകുന്ന നമ്മളെ എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 4 ആണ്. 4n പ്ലസ് ഫസ്റ്റ് ടേം 5 ആയതുകൊണ്ട് 5 മൈനസ് 4 ചെയ്താൽ 1 വരും. 4n പ്ലസ് 1 ആയിരിക്കും അതിൻ്റെ ആൻസർ വരും കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നേരത്തെ ഓഡ് നമ്പറിലാണ് സമ്മ് തന്നത്, ഇവിടെ ഈവൻ നമ്പറാ. ദ സം ഓഫ് ഫസ്റ്റ് 10 ടേം ആണ്. നേരത്തെ 5 ടേം 11 ടേം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത് 10 ടേം ആണ്. 10 ഇരട്ട സംഖ്യയാണ്. ചേഞ്ച് വരാൻ പോവാണ്, ഐഡിയ മാറും. അതാണ് 400. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദ തേർഡ് ടേം ഈസ് 30 ഫൈൻഡ് ഇറ്റ്സ് 8th ടേം. 10 ടേമിന്റെ സമ്മ് 400 ആണ്. ഈവൻ നമ്പർ ആവുന്ന സമയത്ത് നമ്മൾ അത് പെയർസ് ആക്കിയിട്ടാണ് ചെയ്യുക. ഈവൻ നമ്പേഴ്സ് 10 നമ്പറിനെ എത്ര പെയറാക്കാം? 5 ജോഡികളാക്കാം. ഏതൊക്കെയാണ് 5 ജോഡി? 1ാമത്തതും 10ാമത്തതും കൂടെ ഒരു ജോഡി. നോക്കണേ, 5 ജോഡിയാക്കി നമുക്കിത് സോൾവ് ആക്കാൻ പറ്റും. 10 ആൾക്കാരുണ്ട്. അതിൽ x1 പ്ലസ് x10 ഇതായിരിക്കും ഒരു ജോഡി ഉണ്ടാവുക. രണ്ടാമത്തത് x2 പ്ലസ് x9. മൂന്നാമത്തത് x3 പ്ലസ് x8. അടുത്തത് x4 പ്ലസ് x7. ഒരെണ്ണം ഉണ്ടല്ലോ, x5 പ്ലസ് x6. ഇങ്ങനെ 5 ജോഡികളാക്കി നമുക്ക് ഈ 10 ആൾക്കാരെ മാറ്റാം. ഈ 5 ജോഡിയുടെയും കൂടെ ആൻസർ, ഈ 5 എണ്ണത്തിൻ്റെ കൂടെ ആൻസർ ആണ് 400. അപ്പൊ ഇതിലുള്ള ഒരു ജോഡി എത്രയെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് കാണാനുള്ള ഐഡിയ, ആ 400 സം എത്രയാണോ അതിനെ ജോഡികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. 10 എണ്ണം വരുമ്പോൾ 5 ജോഡി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 400/5 8 5 40 80 എന്ന് ആൻസർ കിട്ടും. ഈ കിട്ടിയ 80 എന്ന് പറയുന്നത് ഈ ഓരോ ജോഡിയുടെയും ആൻസർ 80 ആണ്. അങ്ങനെ 5 80 ചേർന്നിട്ടാണ് ഇത് 400 ആയിട്ട് മാറിയിട്ടുണ്ടാവുക.
ഈ ഒരു ഐഡിയ മനസ്സിലാക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സാമിന് ഇവരെന്താ ചോദിച്ചെന്ന് അറിയോ? തേർഡ് ടേം 30 ആണെങ്കിൽ 8th ടേം എത്രയെന്നാ. അപ്പൊ 3ഉം 8ഉം കൂടെ ഉള്ള പെയറാണ് അവർ എടുത്തത്. നോക്കേ, x3 + x8 ഇതിലുള്ള ഒരു ജോഡിയാണ് ഈ തന്നത്. ആ ജോഡിയുടെ ആൻസർ 80 ആണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. നേരെ അങ്ങ് തുടങ്ങിയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് x3 + x8 എന്ന് പറയുന്നത് ആകെയുള്ള 400 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാ? 5. അങ്ങനെ നമുക്ക് 80 ആണെന്ന് കിട്ടും. x3 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു 30 ആണ്. അപ്പൊ x3ക്ക് പകരം 30 എന്ന് കൊടുക്കുക. x8 കണ്ടുപിടിക്കണം. ഈക്വൽ 80 ആണ്. സോ x8 എന്ന് പറഞ്ഞാൽ 80 - 30 ചെയ്താൽ 50 ആയിരിക്കും ആൻസർ വരും കേട്ടോ. ഓക്കെ, അപ്പൊ 8ാമത്തെ ആള് 50 ആണെന്ന് കിട്ടി. ഇതാണ് അതിൽ ചോദിച്ചത്. പിന്നെ പൊതുവ്യത്യാസം ചോദിക്കുന്നുണ്ട്. പൊതുവ്യത്യാസം പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, 2 ടേം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൽ അത് പറഞ്ഞതല്ലേ, കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഏതൊക്കെയാണ് ഇവിടുത്തെ ടേം? തേർഡ് ടേം 30 ആണെന്നും അറിയാം, 8th ടേം 50 ആണെന്നും അറിയാം. ഈ 2 ടേം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ചോദ്യത്തിൽ 7th term of an arithmetic sequence is 21. What is the sum of 6th and 8th term of this sequence? തന്നത് 7ാമത്തെ ടേം, ചോദിക്കുന്നത് എത്ര ചോദിച്ചത്? 6ാമത്തെ ടേമും 8ാമത്തെ ടേമും തമ്മിലുള്ള സം എത്രയെന്നാണ് ചോദിക്കുന്നത്. എന്ത് കണക്ഷനാണ് അത് തമ്മിലുള്ളത് നോക്കണേ. 6th ടേം, നിങ്ങൾ ആ വേർഡ്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. 6th ടേം + 8th ടേം ആണ് ചോദിക്കുന്നത്. എന്നിട്ട് ഈ 8ഉം ഈ 6ഉം കൂടി ഒന്ന് കൂട്ടി നോക്കാം. എത്രയാ? 14 അല്ലേ, 14. ഇനി ക്വസ്റ്റ്യൻ ഇവർ തന്ന ഒരു ടേം ഉണ്ടല്ലോ, 7th ടേം തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു x7 എഴുതി. നമുക്ക് ഈ ചാപ്റ്ററിൽ അറിയുന്ന ഒരു തിയറി ഉണ്ട്. പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേംസിന്റെ സമ്മ് സെയിം ആയിരിക്കും. ഈ 6ഉം 8ഉം കൂടെ 14. അപ്പൊ ഞാൻ ഈ 7നോട് ഏതോ ഒരു നമ്പറും കൂടെ പ്ലസ് ചെയ്താൽ പിന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പം ഇത് ഈക്വൽ അല്ല കേട്ടോ. ഇപ്പൊ ഇത് ഈക്വൽ എഴുതണ്ട. ഞാൻ x7 എഴുതി. 7 14 എത്തണമെങ്കിൽ ഒരു x7ഉം കൂടെ കൊടുത്താൽ പോരെ. 7 + 7 14, 6 + 8 14. അങ്ങനെ പൊസിഷന്റെ സമ്മ് 14 സെയിം വന്നാൽ ഈ രണ്ടെണ്ണത്തിന്റെയും ആൻസർ സെയിം ആയിരിക്കും. നമ്മളോട് ചോദിച്ചത് ഇത് കൂട്ടിയാൽ എത്രയെന്നല്ലേ ചോദിച്ചത്. x7 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു 21 ആണ്. അതുകൊണ്ട് പ്ലസ് ഒരു 21 കൂടെ ചെയ്താൽ മതി. 21 + 21 42, 42 ആയിരിക്കും എ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക കേട്ടോ. പിന്നെന്താ ചോദിച്ചേ? വാട്ട് ഈസ് ദ സം ഓഫ് 1st and 13th? അത് നിങ്ങൾ ചെയ്യൂലേ? 1st ഉം 13th കൂടെ പ്ലസ് ചെയ്താൽ എത്രയാണ്? x1ഉം x13ഉം കൂടെ പ്ലസ് ചെയ്താൽ മക്കളെ നോക്ക്, 1ഉം 13ഉം 14, 6ഉം 8ഉം 14. റെഡി? 7ഉം 7ഉം 14. അങ്ങനെ 14 പൊസിഷന്റെ സമ്മ് വരുന്നുണ്ടെങ്കിൽ ഈ ആൻസർ സെയിം ആയിരിക്കും. ഈ 42 തന്നെ ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിൽ സമ്മിന്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്ററിൽ ലാസ്റ്റിലേക്ക് പഠിക്കുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാം. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ്. 1 2 3 4 5 6 7 8 9 10. അടുത്ത ലൈൻ ഏതാ നമുക്കറിയില്ലേ? ഏതാ വരിക? 11 12 13 14. ഒരാളും കൂടെ കൂടുതൽ ഉണ്ടാവും അല്ലേ? അടുത്ത ലൈൻ ആകുമ്പോൾ 5ാമത്തെ വരി ആകുമ്പോൾ 5 ആൾക്കാരുണ്ടാവും. ഇനി 6ാമത്തെ വരി വരുന്ന സമയത്ത് 16 17 18 19 20 21 കൂടെ അതിന്റെ കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഇതാണ് നെക്സ്റ്റ് 2 ലൈൻ. അതെല്ലാവർക്കും ചെയ്യാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ടാമത്തതോ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 10th ലൈൻ? 1ാമത്തെ ലൈനിൽ ഒരു നമ്പർ, 2ാമത്തെ ലൈനിൽ 2 നമ്പർ, 3ാമത്തേൽ 3 നമ്പർ. ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ 10ാമത്തെ വരിയിൽ എത്ര നമ്പർ ഉണ്ടാവും? 10 നമ്പർ ഉണ്ടാവും. ആൻസർ കിട്ടി. 10th ലൈനിൽ 10 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ? അവിടുന്ന് അങ്ങോട്ടേക്കാണ് ക്വസ്റ്റിന്റെ ലെവൽ മാറാൻ പോവാണേ. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചു പഠിക്കണം. വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ? 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള് ആരാണെന്ന് ചോദിക്കുന്നു. ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞുതരാം. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ച എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് വരിയിൽ ഒരാൾ, സെക്കൻഡ് വരിയിൽ 2 ആൾ, റെഡി? തേർഡ് വരിയിൽ 3, ഫോർത്ത് വരിയിൽ 4. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ ചെയ്യാൻ പറയുന്നത് ഫസ്റ്റ് വരിയിൽ 1, സെക്കൻഡ് വരിയിൽ 2. നിങ്ങൾ 2 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഈ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 കിട്ടൂലേ? അപ്പൊ 2 വരിയിലും കൂടെ 3 ആൾക്കാരുണ്ട്. ആ 3 തന്നെയാണ് 2ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. ഇനി 3 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട്? 1 + 2 + 3 എത്രയാ? 6 എന്ന് കിട്ടിയോ? 3 വരിയിലും കൂടെ 6 ആൾക്കാരാണ് ഉള്ളത്. ആ 6 തന്നെയാണ് 3ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. ചെറിയൊരു ഐഡിയ കിട്ടുന്നില്ലേ? 4 വരിയിലും കൂടെ 10 ആൾക്കാരുണ്ട്. എങ്ങനെ കിട്ടി? 1 + 2 + 3 + 4 ചെയ്താൽ മതി. 4 വരിയിലും കൂടെ 10 ആൾക്കാർ. ആ 10 തന്നെയാണ് 4ാമത്തെ വരിയിലെ അവസാനത്തെ ആള്.
നമ്മളോട് ചോദിച്ചത് 10ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ ആരാന്നല്ലേ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ, 10 വരിയിലും കൂടെ എത്ര ആളുണ്ട് നോക്കുക, അതായിരിക്കും 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. 10 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ടാവുക, 1 + 2 + 3 അങ്ങനെ നിങ്ങൾ 10 വരെ ആഡ് ചെയ്യാം. റെഡി? ഇങ്ങനെ 10 വരെ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താ, അത് നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാൻ n × n+1/2 ചെയ്താൽ മതി. സോ 10 × 11/2, 10ന്റെ പകുതി 5, 11, 55 കിട്ടും. 55 നമ്പർ ഉണ്ടാവും 10 വരിയിലും കൂടെ. അപ്പോൾ ആ 55 തന്നെയാണ് 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. Therefore, last term of 10th line, 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ആ 55 തന്നെ ആയിരിക്കും കേട്ടോ. കിട്ടിയില്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഷോർട്ട് കട്ടിനാക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ കൂടെ ചോദിക്കുന്നത് 10ാം വരിയിലെ ആദ്യത്തെ പദം ഏതാന്ന് ചോദിക്കുന്നുണ്ട്. 10ാമത്തെ വരിയിലെ ആദ്യത്തെ ആള്. 10ാമത്തെ വരിയിൽ ആകെ എത്ര ആൾക്കാരുണ്ട്? 10 എണ്ണം ഉണ്ട്. അതിൽ 10ാമത്തത് ആരാ? 10th ടേം ആരാ? 10th ടേം 55 ആണ്. അപ്പൊ അവിടുത്തെ ഫസ്റ്റിലത്തെ ആൾ ആരാണ്? ആ വരിയിലെ 1ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ ആണ്. അതേപോലെ ഫസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ, ഫസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ, 10ാം വരിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് ഈ 55ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 9 അങ്ങ് കുറച്ചാൽ മതി, അല്ലെങ്കിൽ 9D കുറച്ചാൽ മതി. എന്താണ് ഈ പരിപാടി? എന്താ മനസ്സിലായോ? 10ാമത്തെ വരിയിലെ 10ാമത്തെ ആളാണ് 55. അപ്പൊ അവിടുത്തെ 1ാമത്തെ ആളാരാന്നല്ലേ ചോദിക്കുന്നത്. 10ന്ന് 1ലേക്ക് വരാൻ 9 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ. ആ 9D, ഇവിടുത്തെ D 1 തന്നെയാണ്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് പൊതുവ്യത്യാസം 1 ആണ്. ഇനി വേറെ സീക്വൻസ് ആണെങ്കിൽ ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല, ഇങ്ങനത്തെ സീക്വൻസ് അല്ല എന്ന് വിചാരിക്കാം. ഇതൊരു നോർമൽ വേറെ ഒരു കോമൺ ഡിഫറൻസ് വരുന്ന സീക്വൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. ആ ടേമിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്താലേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. സോ ഇവിടെ ആ പ്രശ്നമില്ല, കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ 55ന്ന് 9 കുറച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്ന 46 ആയിരിക്കും നമുക്കിവിടെ ആൻസർ വരിക. 10ാമത്തെ വരിയിൽ ആദ്യത്തെ ആള് 46 ആയിരിക്കും, അവസാനത്തെ ആള് 55 ആയിരിക്കും. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. 10ാം വരിയിലെ പദങ്ങളുടെ തുക കാണുക. 10th ലൈനിലെ ടേംസിന്റെ സമ്മ് എടുക്കാൻ പറയുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? 10ാമത്തെ വരിയിലെ ടേംസിന്റെ സമ്മ് കാണാൻ 10ാമത്തെ വരി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ സമ്മ് മാത്രം കണ്ടാൽ മതി. എല്ലാം കൂടെ ചോദിച്ചാൽ അത് മുഴുവൻ ചെയ്യണേ. ഇവിടെ ചോദിച്ചതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഇതാ നോക്കിക്കോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ വരിയിലെ ടേമിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 × x1 + xn. ഇവിടുത്തെ n 10ാമത്തെ വരി ആയതുകൊണ്ട് 10 ടേം ഉണ്ടാവുക. n-ന് നമ്മൾ 10 കൊടുത്തു, 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം. 10th ലൈനിലെ ഫസ്റ്റ് ടേം 46 ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടേം എന്ന് വിചാരിച്ച് ആദ്യത്തെ ഫസ്റ്റ് ടേം എന്ന് 1 എടുക്കരുതേ. ചോദിച്ചത് 10ാമത്തെ വരിയിലെ സമ്മ് മാത്രമാണ് ചോദിച്ചത്. അതുകൊണ്ട് 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം പ്ലസ് 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം, അത് എത്രയാ? 55. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. 10/2 ഇൻറ്റു ഇത് രണ്ടോടെ കൂടി എത്ര ഇടാം? 6 5 കൂടെ 11, 1 ബാക്കി 1, 4 1 5, 5 5 കൂടെ 10, 101. ഇനി സോൾവ് ചെയ്താൽ ഈ 10ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ 5, 5 × 101, 505 ഉണ്ടാവും അല്ലേ? 505. ഇത്രയുമാണ് നമുക്ക് ആ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഇനി ഈ ചോദ്യത്തിലെ 10 വരിയിലെയും കൂടെ സമ്മാണ് ചോദിച്ചതെങ്കിൽ, ഇത് 10ാമത്തെ വരി മാത്രമാണ്, 10 വരിയിലെയും കൂടെ സമ്മാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എവിടെ തൊട്ട് പ്ലസ് ചെയ്യണം? 1 + 2 + 3 ഇങ്ങനെ ചെയ്ത് എവിടം വരെ പ്ലസ് ചെയ്യേണ്ടി വരും? ഏറ്റവും അവസാനത്തെ ആളായ 55 വരെ കൂട്ടേണ്ടി വരും. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പപ്പണിയുണ്ട്. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n × n+1/2 കൊടുത്താൽ മതി. n 55 ആയതുകൊണ്ട് 55 × 56/2 ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് സാധാരണ സീക്വൻസ് ആണ്. ഏത് 1 2 3 4 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണ്, എണ്ണൽ സംഖ്യ. അതിന് പകരം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്, വേറെ ഏതെങ്കിലും കോമൺ ഡിഫറൻസ് വരുന്ന രീതിയിൽ ഒരു സീക്വൻസ് ആയിരുന്നെങ്കിൽ നമ്മളിതാ ഈ ചെയ്ത പോലെ 10ാമത്തെ വരിയിലെ അവസാനത്തെ ആളെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുന്നില്ലേ? 55 തന്നെയാണ് അവസാനം എന്ന് പറഞ്ഞില്ലേ? ആ പരിപാടി നടക്കൂല. 55 എണ്ണം മാത്രമായിരിക്കും. ആ 55ാമത്തെ ആളെ കണ്ടുപിടിച്ചാലേ ആൻസർ ആവുള്ളൂ. അത് ആ രീതിയിൽ തന്നെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. ഇനി നിങ്ങൾ സമ്മിന്റെ ക്വസ്റ്റ്യനിൽ പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇങ്ങനെ സമ്മ് കാണുന്നത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരുന്ന ഈ രീതിയിൽ സമ്മ് കാണുന്ന ചോദ്യം വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുക. 1 + 2 + 3 ഇങ്ങനെ 50 വരെ പ്ലസ് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ n × n+1/2. രണ്ടാമത്തത് ഈവൻ നമ്പേഴ്സ് 2 4 6 അങ്ങനെ 50 വരെ. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക
n ഇൻറ്റു n പ്ലസ് 1 ഇത്രയും ചെയ്താൽ മതി. മൂന്നാമത്തത് 1 3 5 ഓഡ് നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. ഈ 3 ഇക്വേഷനാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു പ്രശ്നമുണ്ട്, ഏതാണ് n-ന് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കി തരാം. നല്ലപോലെ ക്ലിയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തന്നെ ചെയ്തു പോകാം കേട്ടോ. ഇവിടെ 1 മുതൽ 50 വരെ എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ട്. അതുകൊണ്ട് n-ന് 50 കൊടുത്താൽ മതി. ഈ ക്വസ്റ്റിന്റെ ആൻസർ 50 ഇൻറ്റു 51 ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ ആൻസർ കിട്ടും. സോൾവ് ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ എത്രയെന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ താഴത്തത് 2 4 6 അങ്ങനെ 50 വരെ ഉണ്ട്. ഇവിടെ n-ന് 50 കൊടുത്താൽ ആൻസർ തെറ്റും. ഉറപ്പാ തെറ്റും. കാരണം എന്താ? 2 മുതൽ 50 വരെ എത്ര ആൾക്കാരാണ് ഉള്ളത്? 50 ആൾക്കാരില്ല, അവിടെ 25 ആൾക്കാരേ ഉള്ളൂ. ഇരട്ട സംഖ്യകളാണ് ഇത്. അപ്പൊ നിങ്ങൾ എണ്ണി നോക്കി, 2 4 6 8 എന്ന് പറഞ്ഞ് എണ്ണി നോക്കിയാൽ ഇത് 25 എണ്ണേ ഉണ്ടാവുള്ളൂ. എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ അവസാനമുള്ള നമ്പറിന്റെ പകുതി എടുത്താൽ മതി. ഇന്ന് എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് നമുക്ക് വേഗം നോക്കി മനസ്സിലാക്കാം. 25 എണ്ണേ ഉള്ളൂ. സോ ഇത് 25 ഇൻറ്റു 26 ചെയ്താൽ മതി, ആൻസർ കിട്ടും. കിട്ടൂലേ? മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണേ. ഓക്കെ, ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. n സ്ക്വയർ വരുന്ന ഇക്വേഷനിൽ n എത്ര കൊടുക്കണം? 1 മുതൽ 49 വരെ ഒറ്റ സംഖ്യകളാണ്. എത്ര n ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും അവസാനം വന്ന സംഖ്യ കണ്ടോ, ഒറ്റ സംഖ്യ, അതിനോട് ഒരു 1 കൂട്ടുക, 50. 50ന്റെ പകുതി 25. 25 എണ്ണാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. 1 മുതൽ 50 വരെ 25 ഒറ്റ സംഖ്യയും 25 ഇരട്ട സംഖ്യയാണ് ഉണ്ടാവുക. സോ 25ന്റെ സ്ക്വയർ ആണ് വരിക. അത് പിന്നെ നമുക്ക് നേരെ എഴുതി വെക്കാനല്ലോ അല്ലേ? വേണ്ട, അത് നിങ്ങൾ എഴുതിക്കോ. 625 എഴുതണം. ഇത് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാത്തിലും ഈ അവസാനം കിടക്കുന്ന നമ്പർ എടുത്തിട്ട് n ആന്ന് പറഞ്ഞ് വിചാരിച്ച് കൊടുക്കരുത്. എണ്ണമാണ് n-ന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ അവസാനത്തെ ആള് തന്നെ വരും. ഈവൻ നമ്പേഴ്സ്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളാണെങ്കിൽ അവസാനമുള്ള നമ്പറിന്റെ പകുതി ആയിരിക്കും വരിക. ഒറ്റ സംഖ്യകളാണ് കൊടുത്തതെങ്കിൽ അവസാനമുള്ള നമ്പർ ആ ഒറ്റ സംഖ്യ ഏതാണോ അതിനോട് ഒരു 1 കൂട്ടുക, എന്നിട്ട് പകുതിയാക്കുക. അത്രയും ആയിരിക്കും എണ്ണം ഉണ്ടാവുക. ഇത്രയും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സമ്മിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് അല്ലാതെ വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ആ ചോദ്യം ഡീൽ ചെയ്യാം കേട്ടോ. ലൈവ് സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, സീ യു, ബൈ ബൈ.